ഞാൻ എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് സഭയുടെ വഴികളിലെ പറ്റുന്ന അപകടങ്ങളുടെ നീർച്ചുഴികളെ എൻ്റെ മുൻപിലെ കാണുന്നത് ഞാൻ പറയുകയാണ്. ഇങ്ങനൊരു സദസ്സിൽ അത് പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഏത് കള്ളത്തരത്തിലൂടെ ഉണ്ടായ പണവും സഭയുടെ വികസനത്തിന് കൊടുത്താലേ സർവപാപവും തീരുമെന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്ത സഭ കൊടുക്കുന്നുണ്ടോ എന്ന് സഭാത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. കള്ള് വിറ്റിട്ടാണെങ്കിലും കരിഞ്ചന്ത നടത്തിയിട്ടാണെങ്കിലും കൈക്കോഴക്കാരനാണെങ്കിലും പണമാണ് വലുത്. പണം കൊടുത്താൽ എല്ലാ തിന്മകളും കഴുകി വൃത്തിയാക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത. ഒരുപക്ഷേ മദ്യപാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവിടെ പങ്കുവെക്കുമ്പോഴും സഭ ഇന്ന് സർക്കാരുമായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഞാനതിൽ അണിചേരുന്ന ആളാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത്തവണ നടന്ന ചർച്ചകളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: സഭ എന്തുകൊണ്ട് സഭയുടെ മക്കളുടെ മാനസാന്തരത്തെ ശാഠ്യപൂർവ്വം സമരം ചെയ്ത് തോൽപ്പിക്കുന്നില്ല? നമ്മുടെയൊക്കെ സഭകളിൽ പെരുന്നാളുകൾ നടത്താൻ, നമ്മുടെയൊക്കെ സഭകളിൽ വലിയ കൺവെൻഷനുകൾ നടത്താൻ, നമ്മുടെയൊക്കെ പലപ്പോഴും പള്ളികളുടെ നിർമ്മാണങ്ങളുടെ വേളകളിലൊക്കെ ധാരാളം പേരുടെ പണം നമ്മൾ വാങ്ങിക്കുന്നു, കൈനീട്ടി വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ കൈനീട്ടി വാങ്ങിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്: നീ കള്ളനാണെങ്കിലും കുള്ളനാണെങ്കിലും നിന്റെ പണം ദൈവിക കാര്യങ്ങൾക്ക് നൽകപ്പെട്ടത് കൊണ്ട് നീ പൂർണ്ണനാക്കപ്പെട്ടിരിക്കുന്നു. സഭാത്മശോധന ചെയ്യേണ്ട വലിയൊരു മേഖലയാണ്. ഞാൻ നിങ്ങളെല്ലാം തന്നെ ഇതിലെ കുറ്റക്കാരാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്.